സൂപ്പർ താരം മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ് 1991 റിലീസ് ചെയ്ത ഭരതം. ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലൂടെ മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. കലാപരമായും സാമ്പത്തികമായും വിജയം നേടിയ ചിത്രത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ സൈനു പള്ളിത്താഴത്ത്. ഭരതത്തിന്റെ കഥ തന്റെ പക്കൽ നിന്നും മോഷ്ടിച്ചതാണെന്നും തന്നെയും സുഹൃത്തിനെയും മോഹൻലാൽ ചതിക്കുകയായിരുന്നു എന്നുമാണ് സൈനു പള്ളിത്താഴത്തിന്റെ വെളിപ്പെടുത്തൽ. 1990 അവസാനമാണ് സംഭവം നടക്കുന്നത്. മോഹൻലാലിന്റെ പരിചയക്കാരനും സുരേഷ് കുമാറിന്റെ അയൽവാസിയുമായ പഴയകാല സംഗീത സംവിധായകനുമായ ടി കെ ലായൻ അവസരങ്ങൾ തേടി അലയുന്ന സമയം ഒരിക്കൽ മോഹൻലാലിനെ അദ്ദേഹം സമീപിക്കുകയുണ്ടായി. നല്ലൊരു കഥ തനിക്കായി തയ്യാറാക്കിയാൽ ആ സിനിമയിലെ ഗാനങ്ങൾക്ക് സംഗീതം ഒരുക്കാൻ അവസരം നൽകാമെന്ന് മോഹൻലാൽ ഉറപ്പ് കൊടുത്തു. തുടർന്നാണ് ലായൻ നല്ലൊരു കഥയ്ക്കായി സുഹൃത്തായ സൈനുവിനെ സമീപിക്കുന്നത്. യേശുദാസിന്റെ നിരവധി ഗൾഫ് പരിപാടികളുടെ നടത്തിപ്പുകാരനാണ് സൈനു പള്ളിത്താഴത്ത്. മാത്രവുമല്ല, കവിതാ രചന, ചെറുകഥകൾ, ലേഖനങ്ങൾ തുടങ്ങി ഒരുപാട് മേഖലയിൽ കഴിവ് തെളിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ലായൻ സൈനുവിനെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. അവസാനം സൈനുവിന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം ഒരു പേജിൽ എഴുതി ലായന് കൊടുത്തു. എന്നിട്ട് ഇത് മോഹൻലാലിന് കൊടുത്തു നോക്ക്, അദ്ദേഹത്തിന് ഇഷ്ടമായെങ്കിൽ ഈ കഥയെ വിസ്തരിച്ചെഴുതി തിരക്കഥയാക്കി മാറ്റാമെന്നും സൈനു പറഞ്ഞു. സൈനു എഴുതിയ കഥ ആവേശപൂർവ്വം ടി കെ ലായൻ മോഹൻലാലിനെ ഏൽപ്പിച്ചു. സൈനുവിനെ വിളിച്ച് മോഹൻലാലിന് കഥ കൊടുത്തെന്നും ഒരാഴ്ചക്കകം വിവരം തരാമെന്ന് മോഹൻലാൽ പറഞ്ഞതായും ലായൻ സൈനുവിനെ വിളിച്ചറിയിച്ചു. എന്നാൽ പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് ടി കെ ലായൻ സൈനുവിന്റെ വീട്ടിലെ നമ്പറിൽ വിളിച്ച് നാനയിൽ സൈനുവിന്റേതിന് സമാനമായ കഥ ഭാരതം എന്ന പേരിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും പെട്ടെന്ന് തന്നെ നാന വാങ്ങി നോക്കണമെന്നും ആവശ്യപ്പെട്ടു. നാന വാങ്ങി നോക്കിയ താൻ ഞെട്ടിപ്പോയെന്ന് സൈനു പറയുന്നു. കാര്യം അന്വേഷിച്ച് സൈനു കോഴിക്കോട്ടെ ഹോട്ടൽ മഹാറാണിയിൽ പോയെങ്കിലും തന്നെ കണ്ടയുടൻ മോഹൻലാൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് റൂമിലെത്തിയ താനുമായി മോഹൻലാൽ വാക്കുതർക്കത്തിന് മുതിരുകയും അപമര്യാദയായി പെരുമാറുകയുമാണ് ഉണ്ടായത് എന്നും സൈനു വ്യക്തമാക്കുന്നു. ഈ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രമാത്രം സത്യമാണെന്ന് വ്യക്തമല്ല. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.